ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 55,000 മുകളിൽ ആളുകൾ പാമ്പ് കടിയിൽ മരണപ്പെടുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരണപ്പെടുന്നത്. ഈ അണലിയെ കൈകാര്യം ചെയ്യാൻ വളരെ സൂക്ഷ്മതയോടെ തന്നെ ചെയ്യാനുള്ളത്. ഈ വീടിൻ്റെ മുന്നിൽ കാണുന്ന ചെറിയൊരു പൂന്തോട്ടത്തിൽ ഇടയിലാണ് പാമ്പിനെ കണ്ടത്. രാവിലെ കിളികളുടെ ഒച്ച കേട്ടിട്ടാണ് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറയും. അവർ റെസ്ക്യൂർ ബന്ധപ്പെടുകയും അങ്ങനെ ചെല്ലുമ്പോൾ പാമ്പ് അവിടെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അണലി ആയതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ റിസ്ക് എടുക്കാറില്ല, വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാറുള്ളൂ. ഏത് പാമ്പാണി അങ്ങനെ തന്നെയാണ്, പക്ഷേ അണലി കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്താറുണ്ട്. അപ്പോൾ പാമ്പിനെ ആദ്യം ലൊക്കേറ്റ് ചെയ്തു, ആദ്യം ബാഗ് സെറ്റ് ചെയ്തു, പിന്നെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തു. ഫ്രെയിമാണ് ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കഴിവതും പാമ്പിനെ കൈകൊണ്ട് തൊടാതെ റെസ്ക്യൂ രീതിയാണ് മിക്കവാറും പിന്തുടരാറുള്ളത്. അധികം ബുദ്ധിമുട്ടിച്ചില്ല. അതിനെ ഒന്ന് ദേഹത്ത് തട്ടിയപ്പോൾ തന്നെ ഓടി ബാഗിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്തു. ആ ബാഗിലോട്ട് കയറുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാഗിലോട്ട് കയറിയാലും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അതിനെ കൈകാര്യം ചെയ്യുള്ളൂ. ആ വെച്ചിരിക്കുന്ന കമ്പി, അതായത് ആ നിങ്ങളുടെ സ്റ്റിക്കിന് തൊട്ടപ്പുറത്തെ ഭാഗത്ത് കൈ കൊണ്ട് ചെന്നാൽ കടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ മിക്കവാറും ആളുകൾക്ക് കടിയേൽക്കുന്നത്, അതായത് വളരെ അലസമായി കൈകാര്യം ചെയ്താൽ കടിയേൽക്കാൻ സാധ്യത കൂടുതലാണ്. ആ വെച്ചിരിക്കുന്ന വട്ടപ്പച്ച സ്റ്റിക്കിന് അപ്പുറത്തോട്ട് കൈ പോകാതെ വളരെ സൂക്ഷ്മതയോടെ തന്നെ കെട്ടാൻ പറ്റുള്ളൂ. ഇതിനിപ്പോൾ വീട്ടുകാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മിക്കവാറും നമ്മൾ ചെടിച്ചട്ടിയുടെ ഇടകളിൽ പാമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിഷമുള്ളതുണ്ടാവും, വിഷമില്ലാത്തതുണ്ടാവും. ഈ അണലി അതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ആംബിഷ് പ്രെഡേറ്ററിൽ പെടുന്ന ഒരു പാമ്പാണ്. അതായത് പതിയിരുന്ന് ഇര പിടിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയുടെ ഇടയിലിരിക്കുന്ന പാമ്പ് നമ്മൾ കൈ എന്തെങ്കിലും ഇട്ട് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിനുള്ള ശത്രുവോ ഇരയോ ആണെന്ന് വിചാരിച്ച് ചാടി കൈയിലോട്ട് കടിക്കുകയും പെട്ടെന്നുള്ള അപകടം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ കഴിവതും ചെടിച്ചട്ടിയുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതേപോലെ പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി തന്നെ ഒരു വടി എന്തുകൊണ്ട് തട്ടി നോക്കിയതിന് ശേഷം മാത്രം ചെടിച്ചട്ടിയുടെ ഇടയിൽ കൈയിടുക. നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ചെടിച്ചട്ടിയുടെ ഇടയിൽ പാമ്പിരിക്കാൻ സാധ്യതയുണ്ട്. നേരിട്ടൊന്നും ഒരു കാരണവശാലും കൈ ഇടരുത്, കടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഇവർ കിളി കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് നോക്കിയാണ് വലിയൊരു അണലി അതിനെ ബാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയുടെ കഴിയുന്നത് സൂക്ഷിക്കുക. ചെറിയ വിസോതി, അത് കണ്ട് ചെറിയ വിസോതി, ഒരടിയോളം മതി, അത്രയും മതി. എനിക്കത് കെട്ടിയിട്ടേ റിൻഷാദ്. നിങ്ങളിവിടെ അടുത്തുണ്ടായത് നന്നായി. പെട്ടെന്ന് വന്നു നന്നായി. നിങ്ങൾ ജീവൻ രക്ഷിക്കുന്ന ആളുകളല്ല. എന്താ പറയുന്നത്? ഞാനാണ് ഈ രാത്രിയും പകലൊക്കെ ഇതിൽ നടക്കുന്ന ആളാ. രാത്രിയൊക്കെ നൈറ്റിലാണ് നടക്കുന്നത് ഒരു കാരണവശാലും. ഇല്ല, ഇവിടെ നമ്മൾ എന്താണ് ഇപ്പൊ ഒരു ഒച്ചുണ്ടല്ലോ, അതിനെ പിടിക്കും. ആ ഒച്ച് ചെടിയൊക്കെ വെട്ടിക്കളയാണേ. അപ്പൊ ഞങ്ങള് രാത്രി അതിനെ പിടിച്ചിട്ട് ചെടിയാണോ നിങ്ങളുടെ ജീവനാണോ ചെടിയെല്ലാം കളയോ. അപ്പൊ ഇതാ കണ്ടില്ലേ അവിടെ നിൽക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ പിടിച്ച് പുറത്തിട്ടിട്ട് ഉപ്പിടും. അന്നേരം അത് ചത്തു പോകും, പിന്നെ ജീവൻ ഉണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങളിത് ഇവിടെ എപ്പോഴും നടക്കും, രാത്രി എല്ലാം നടക്കും. ഒരു 10-11 മണിക്കൊക്കെ. ഫോറസ്റ്റ് ഓഫീസിൽ അവരെന്ത് ചെയ്യും? അവര് കാട്ടിൽ തോന്നും. ഡേഞ്ചറാണ്. ചേട്ടാ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ നോക്കരുത്. അല്ല, ഇത് ബാഗിൽ നിന്ന് കടിച്ച സംഭവം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഇത്ര കെയർഫുൾ ആയിട്ട് ചെയ്യണത്. രണ്ട് ബാഗ് ആക്കാറില്ല സാധാരണ. ഈ അണലി ആയതുകൊണ്ടാണ് രണ്ട് ബാഗിലോട്ട് ആക്കിയത്.